ഹായ് മക്കളെ, CUET UG 2025 അതിൻ്റെ റിസൾട്ട് വന്നിരിക്കുകയാണ്. ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് നിങ്ങൾക്ക് CUETയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഡയറക്റ്റ്ലി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നിങ്ങൾക്കറിയാം CUETൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് CUET.NTA.NIC.in എന്നുള്ളതാണ്. നിങ്ങൾ അങ്ങനെ ഹോം പേജിലോട്ട് പോകുന്ന സമയത്ത് ഇതേ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് പോകുന്ന സമയത്തായിരിക്കും നിങ്ങൾ സ്കോർ കാർഡ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുത്തിരിക്കുക. ഇതിൻ്റെ പബ്ലിക് നോട്ടീസ് എന്ന് പറയുന്ന ഒരു സെക്ഷനിലോട്ട് പോകുന്ന സമയത്ത് CUETയുമായിട്ട് ബന്ധപ്പെട്ട CUETൻ്റെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയിട്ടുള്ള ഒരു പ്രസ് റിലീസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ ആ ഒരു PDF-ലോട്ട് പോകുന്ന സമയത്ത് CUETൻ്റെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം CUET എക്സാം മെയ് 13 മുതൽ ജൂൺ 4 വരെ 19 ദിവസങ്ങളിലായി മൾട്ടിപ്പിൾ ഷിഫ്റ്റുകൾ നടത്തിയിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാമിനേഷനാണ്. ആകെ 13.5 ലക്ഷം വിദ്യാർത്ഥികളാണ് എക്സാമിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ 10,71,000 പേർ വിദ്യാർത്ഥികൾ എക്സാമിന് അറ്റൻഡ് ചെയ്തു, അപ്പിയർ ചെയ്തു എന്നുള്ള ഒരു ഡാറ്റയും NTA ഒരു PDF-ലൂടെ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം CUETക്ക് പ്രധാനമായിട്ട് 3 സെക്ഷനുകളാണുള്ളത് സിലബസിൽ. സെക്ഷൻ 1 ലാംഗ്വേജ്, സെക്ഷൻ 2 ഡൊമൈൻ സബ്ജക്റ്റുകൾ, അതുപോലെ തന്നെ സെക്ഷൻ 3 ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് GAT ആണ് എന്നുള്ളത് അറിയാം. അങ്ങനെ ടോട്ടൽ 3 സെക്ഷനുകളിലുമായിട്ട് 37ഓളം സബ്ജക്റ്റുകളാണ് നിങ്ങളുടെ എൻട്രൻസ് എക്സാമിന് ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് 1059 ടോട്ടൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് NTA നിങ്ങളുടെ എക്സാമിൻ്റെ നടത്തിപ്പുമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടോട്ടൽ 57,940, അതായത് 60,000-നടുത്ത് ക്വസ്റ്റ്യൻസ് NTA ഉണ്ടാക്കി എന്നുള്ളതാണ്. 19 ദിവസത്തോളം എക്സാമിനേഷൻ നീണ്ടു നിന്നു. 35ഓളം ഷിഫ്റ്റുകളിലായിട്ടാണ് കംപ്ലീറ്റ് പേപ്പറുകളും നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ളതാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ CUET എക്സാമിന് വേണ്ടി തയ്യാറെടുത്തു, നിങ്ങൾ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്തു, സ്കോർ കാർഡ് വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ആരും സീറ്റ് തരില്ല എന്നുള്ളതാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളൊരു എൻട്രൻസ് എക്സാമിനേഷൻ CUET എഴുതി എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഏത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ആയിക്കഴിഞ്ഞാലും സീറ്റ് ലഭിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യാനുള്ളത് അതത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ കൗൺസിലിംഗ് പ്രൊസീജിയറിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ കൗൺസിലിംഗ് പ്രൊസീജിയറിൽ പങ്കെടുക്കുന്ന സമയത്ത് വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സ്കോർ അത് അനലൈസ് ചെയ്യാനും അതിലെ സ്കോർ കാർഡിലെ വിവരങ്ങൾ വായിക്കാനും നിങ്ങൾ ആപ്റ്റ് ആയിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് നമ്മുടെ ഒരു കുട്ടിയുടെ മാർക്ക് ലിസ്റ്റാണ് അല്ലെങ്കിൽ സ്കോർ കാർഡാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുക. ഇംഗ്ലീഷിൽ 204 മാർക്കാണ് വാങ്ങിയത്. അതിൻ്റെ പെർസെൻറ്റേജിലായിട്ട് അഗ്രഗേറ്റ് പെർസെൻറ്റേജിലായിട്ട് 98.97% കിട്ടിയിരിക്കുന്നത്. അതുപോലെ അക്കൗണ്ടൻസി അല്ലെങ്കിൽ ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റിൽ 213 മാർക്കും അതുപോലെ 95.58%ലുമാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. അതുപോലെ ബിസിനസ് സ്റ്റഡീസിൽ 250-ൽ 230 മാർക്കും അതുപോലെ 97.38%ലുമാണ് ഓൾ ഇന്ത്യ ലെവലിൽ ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ എക്കണോമിക്സിൽ 187 മാർക്കും 96.36%ലുമാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുള്ളതാണ്. 230 എന്ന് പറയുന്ന ഒരു മാർക്ക് ബിസിനസ് സ്റ്റഡീസിൽ വാങ്ങിയപ്പോൾ അയാൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് 97.38%ലാണ്. പക്ഷേ 187 എന്ന് പറയുന്ന ഒരു മാർക്ക് വാങ്ങിയ സമയത്ത് 96.36% സ്കോർ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ മനസ്സിലാവുന്നത്, പെർസെൻറ്റേജിൽ 1%-ന് താഴെ മാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷേ മാർക്കിൽ ഒരു വലിയ വ്യത്യാസം ഉണ്ടെങ്കിലും പെർസെൻറ്റേജിൽ ചെറിയ വ്യത്യാസം മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഓരോ ഷിഫ്റ്റിലെയും നിങ്ങൾക്കറിയാം മൾട്ടിപ്പിൾ ദിവസങ്ങളിൽ വ്യത്യസ്ത ഷിഫ്റ്റുകളിലായിട്ട് നടത്തിയിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാമിനേഷനാണ് CUET എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഷിഫ്റ്റുകളിലും നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ടും സെയിം പേപ്പർ സെയിം സബ്ജക്റ്റ് തന്നെയാണ് എഴുതുന്നതെന്നുണ്ടെങ്കിലും അതിൽ ഈസിനെസ്സും ടഫ്നെസ്സും വ്യത്യാസപ്പെട്ടിരിക്കാം. അതുകൊണ്ട് തന്നെ NTA നടപ്പിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് നോർമലൈസേഷൻ പ്രൊസീജിയർ എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ സെയിം പേപ്പർ നിങ്ങളുടെ ഫ്രണ്ട്സും അല്ലെങ്കിൽ ബാക്കിയുള്ളവരും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നോർമലൈസേഷൻ എന്ന് പറയുന്ന പ്രൊസീജിയറിന് വിധേയമാക്കിയിട്ടാണ് നിങ്ങൾക്ക് അഗ്രഗേറ്റ് ആയിട്ടുള്ള ഒരു പെർസെൻറ്റേജിൽ ഇടുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിൻ്റെ ആ ഒരു ഷിഫ്റ്റിൽ ഈസി ആണോ അല്ലെങ്കിൽ അത് ടഫ് ആണോ എന്നുള്ളതനുസരിച്ചായിരിക്കും പെർസെൻറ്റേജിൽ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുക. അതായത് നിങ്ങൾ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു പേപ്പറിൽ നിങ്ങൾ അത് 187 മാർക്ക് വാങ്ങിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ പെർസെൻറ്റേജിലും നിങ്ങളുടെ ഫ്രണ്ടിന് ചിലപ്പോൾ കുറഞ്ഞ പെർസെൻറ്റേജിലും ആവാം. കാര്യം അത് ഷിഫ്റ്റിന് വ്യത്യാസപ്പെട്ടിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ഇനി എക്സാം കഴിഞ്ഞു, സ്കോർ കാർഡ് വന്നു, ഇനി നിങ്ങൾ ചെയ്യാനുള്ളത് വളരെ കൃത്യമായി വളരെ അലേർട്ടായി ഓരോ യൂണിവേഴ്സിറ്റിയും അപ്ലിക്കേഷൻ അല്ലെങ്കിൽ കൗൺസിലിംഗ് വിളിക്കുന്ന സമയത്ത് കൃത്യമായി അവരുടെ വെബ് പോർട്ടലിൽ പോയിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിൽ CSIS
കോമൺ സീറ്റ് അലൊക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഉള്ളത്. phase 1, phase 2, phase 3 നിങ്ങൾ കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ്. അതിൻ്റെ phase 1 ഓപ്പൺ ആയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ വിവരങ്ങൾ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പങ്കുവെക്കും. ബാക്കി അതത് യൂണിവേഴ്സിറ്റികളുടെ വെബ്സൈറ്റിൽ പോയി, വെബ് പോർട്ടലിൽ പോയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മാത്രമാണ് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വരിക. അത് പ്രകാരം മാത്രമാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് ഓർമ്മിക്കുക. അടുത്ത വീഡിയോയിലോട്ട് വരും വരെ കാത്തിരിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്.